മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 21 ചൊവ്വ. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്: പഴയ 100 രൂപ നോട്ടുകൾ ഇനി ATM കൗണ്ടറുകൾ വഴി ലഭിക്കില്ല. ഇവയുടെ ഉപയോഗവും പ്രചാരവും പരിമിതപ്പെടുത്താനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പകരം പുതിയ സീരീസിലുള്ള നോട്ടുകൾ പ്രോത്സാഹിപ്പിക്കും. പുതിയ ഗാന്ധി സീരീസിന് മുമ്പ് അച്ചടിച്ച 100 രൂപ നോട്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നയങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടുകൾ ATMകളിൽ നിന്നും ഒഴിവാക്കുന്നത്. പകരം പുതിയ സീരീസ് 100 രൂപ നോട്ടുകൾ മാത്രമേ ATMകൾ വഴി വിതരണം ചെയ്യാവൂ എന്നും RBI എല്ലാ ബാങ്കുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അടുത്ത അറിയിപ്പ്: വീടുകളടക്കം കെട്ടിടങ്ങൾക്ക് മുകളിലുള്ള മേൽക്കൂരയ്ക്ക് കെട്ടിട നികുതി ഈടാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. കെട്ടിടത്തിന്റെ പ്ലിന്റ് ഏരിയയായി കണക്കാക്കാൻ പറ്റാത്ത ഈ ഭാഗത്ത് കാലാവസ്ഥാ പ്രതിരോധത്തിനാണ് ഇത്തരം താൽക്കാലിക സംവിധാനങ്ങൾ നിർമ്മിക്കാറുള്ളത്. അതേസമയം ഡ്രസ് വർക്ക് ചുറ്റും അടച്ചുകെട്ടിയ നിലയിലാണെങ്കിൽ നികുതി ഈടാക്കാമെന്നും ജസ്റ്റിസ് മെച്ചിരിയൻ തോമസ് വ്യക്തമാക്കി. വാണിജ്യ സ്ഥാപനത്തിന്റെ മുകളിൽ ഡ്രസ് ഇട്ടതിന്റെ പേരിൽ 2,50,800 രൂപ അധിക നികുതിയായി കണക്കാക്കിയതിനെതിരെ ചേർത്തല സ്വദേശികൾ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. പാരപ്പറ്റുള്ള ഭാഗം ഭാഗികമായി അടച്ചുകെട്ടിരിക്കുകയാണെന്നും ഡ്രസ് ഇട്ടിടത്ത് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചേർത്തല തഹസിൽദാർ നികുതി ചുമത്തി ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. എന്നാൽ പാരപ്പറ്റ കെട്ടിടത്തിന്റെ സുരക്ഷതയുടെ ഭാഗമാണെന്നും സാധനങ്ങൾ സൂക്ഷിച്ചത് കെട്ടിടത്തിന്റെ വിനിയോഗവുമായി കണക്കാക്കാനാവില്ലെന്നും കണക്കാക്കി കോടതി ഈ ഉത്തരവ് റദ്ദാക്കി. അതേസമയം ഡ്രസ്സുകൾ സ്ഥാപിച്ച ഭാഗം വാണിജ്യ ആവശ്യത്തിനോ ബിസിനസിനോ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഇതിന് നികുതി ഈടാക്കുന്നതിന് തടസ്സമില്ലെന്നും വ്യക്തമാക്കി. അടുത്ത അറിയിപ്പ്: 200 രൂപ വാർഷിക പ്രീമിയം നിരക്കിൽ 42 ലക്ഷം അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ് കുടുംബശ്രീ. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് ജീവൻ ദീപം വരുമ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏപ്രിൽ 30 വരെ അയൽക്കൂട്ടാംഗങ്ങൾക്ക് പദ്ധതിയിൽ ചേരാം. ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 30 വരെയാണ് പദ്ധതിയുടെ കാലാവധി. 2021-22 തുടക്കമിട്ട പദ്ധതിയാണിത്. 18 മുതൽ 74 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. 18നും 50നും പ്രായമുള്ള അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശിക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. 60 വയസ്സ് വരെ 80,000 രൂപയും 70 വരെ 30,000 രൂപയും 74 വയസ്സ് വരെ പ്രായമുള്ള പോളിസി അംഗത്തിന് മരണം സംഭവിക്കുകയാണെങ്കിൽ 25,000 രൂപയുമാണ് അവകാശിക്ക് ലഭിക്കുക. അപകട മരണം സംഭവിച്ചാൽ 30,000 രൂപ അധികം ലഭിക്കും. അയൽക്കൂട്ട അംഗങ്ങൾ ചേർന്ന് ലിങ്കേജ് വായ്പ എടുത്ത ശേഷം ഇതിലെ ഒരു അംഗത്തിന് മരണം സംഭവിച്ചാൽ ആ വ്യക്തിയുടെ വായ്പാ ബാധ്യത മറ്റംഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇതിലൂടെ ഒഴിവാവും. മരണമടഞ്ഞയാൾക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്നും ഈ വ്യക്തിയുടെ പേരിൽ നിലനിൽക്കുന്ന വായ്പാ തുക അയൽക്കൂട്ടത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. ബാക്കി തുക മരണമടഞ്ഞ വ്യക്തിയുടെ അവകാശിക്ക് നൽകും. അതിനാൽ കുടുംബശ്രീ അംഗങ്ങൾ ഈ അവസരം വിനിയോഗിക്കാൻ ശ്രമിക്കുക. അടുത്ത അറിയിപ്പ്: 2025 ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. വിവിധ രേഖകളൊക്കെ ഹാജരാക്കേണ്ടതായി വരും. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ മറ്റു പ്രധാന രേഖകളും ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത്. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാകും. ഇതിന്റെ തീയതികളൊന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നീട് സർക്കാർ അത് അറിയിക്കുന്നതായിരിക്കും. 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ലെന്ന കാര്യം എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പുറത്താക്കുവാനും സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.